പാവങ്ങളുടെ അന്നം തിന്നരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞു. വഖദ്ഫിൽ മുഹ്സനാത്ത്, അഭിമാനത്തോടെ ഇസ്ലാമിന്റെ വേഷവിധാനം ധരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളായ പെണ്ണുങ്ങളെ സംബന്ധിച്ച് നിങ്ങളാരും വ്യഭിചാര ആരോപണം നടത്തരുത്. You should not accuse the chaste women. وأمرنا أن نعبد الله وحده لا نشرك به شيئا. He told us to worship Allah alone and not to associate anything with Allah and anyone with Allah. അല്ലാഹു ഒരുവനാണ്, അവനെ പങ്കുകാരില്ല, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞു. وأمرنا بالصلاة. He told us to pray 5 times a day. 5 നേരം അല്ലാഹുവിന് വേണ്ടി വുളു എടുത്ത് കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നിർബന്ധമായും നിങ്ങൾ പ്രാർത്ഥിക്കണം, നിസ്കരിക്കണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. That we should give charity. അല്ലാഹുവിന് വേണ്ടി സകാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. വസ്സുയാം, and we should fast Ramadan. റമദാനിൽ നോമ്പെടുക്കണമെന്ന് പറഞ്ഞു. ഫസദ്ദഖ്നാ, രാജാവേ ഇതെല്ലാം ഒരു സത്യസന്ധനായ മനുഷ്യൻ ഞങ്ങളോട് വന്ന് പറഞ്ഞപ്പോ we believed him, ഞങ്ങൾ അവരെ വിശ്വസിച്ചു. വആമന്നാ ബിഹി, we trusted him. വത്തബഅനാ അലാ മാ ജാഅനാ ബിഹി മിൻ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോ ഞങ്ങളത് പിൻപറ്റി. ഞങ്ങൾ ആ പ്രവാചകൻ പഠിപ്പിച്ച ഹറാമാണെന്ന് പറഞ്ഞു, അവിടുന്ന് ഹലാലാണെന്ന് പറഞ്ഞത് ഹലാലാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ഫഅദാ അലൈനാ ഖൗമുനാ, അംർ ഇബ്നുൽ ആസ് അടക്കം അബൂജഹൽ അടക്കമുള്ള ഉമയ്യത്ത് അടക്കമുള്ള ആളുകൾ അതിന്റെ പേരിലാണ് ഞങ്ങളോട് ദേഷ്യം വെച്ചത്. ഇതല്ലേ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ? ഇതല്ലേ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ? അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തോട് എന്തിനാണ് ഏകം സത്വം ബഹുധാ കൽപ്പയന്തി യോം ദേവനാം നാമധാ ഏക ഏവ? പുരാണങ്ങളും ഭവിഷ്യൽ പുരാണങ്ങളും ഹൈന്ദമത ദർശനങ്ങളും പറയുന്നത് പരബ്രഹ്മം ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ. ബഹുധാ കൽപ്പയന്തി, ആ ദൈവത്തെ പലതായി നമ്മൾ സങ്കല്പിക്കുകയാണ്. യോം ദേവനാം നാമധാ ഏക ഏവ, ഏതൊരു ദൈവത്തെയാണോ വിവിധ നാമങ്ങളിട്ട് വിളിക്കുന്നത് ആ ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആർഷ സംസ്കാരത്തിന്റെ ഒരു വിശ്വാസമുണ്ട്. ഇസ്ലാം വിശ്വാസവും ഏകദൈവ വിശ്വാസം തന്നെ. അതിന്റെ പേരിൽ ഇവർ ഞങ്ങളോട് ശത്രുത വെച്ചു. ഫഅദ്ദബൂനാ, they persecuted us, ഞങ്ങളെ ശിക്ഷിച്ചു. വഫതനൂനാ അൻ ദീനിനാ, നിസ്കരിക്കാൻ പോലും ഞങ്ങൾ അനുവദിച്ചില്ല. എന്തിന്? അള്ളാഹുവിനെ നിർത്തിവെച്ച് ബഹുദൈവാരാധനയിലേക്ക് പോകണം എന്നവർ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ചെയ്തിരുന്ന തെറ്റുകൾ, ഞങ്ങൾ മദ്യപിക്കണമെന്നാണ് അവരുടെ ആവശ്യം, ഞങ്ങൾ വ്യഭിചരിക്കണമെന്നാണ് അവരുടെ ആവശ്യം, ഞങ്ങൾ നുണ പറഞ്ഞും പിടിച്ചു പറിച്ചും തോന്നിവാസം ചെയ്തും അസഭ്യം പുലമ്പിയും ഞങ്ങൾ ജീവിക്കണമെന്ന് ഞങ്ങളോട് വാശി പിടിച്ച് ഞങ്ങളെ അവർ ശിക്ഷിച്ചു. ഒരുപാട് ആളുകളെ ഞങ്ങളിൽ നിന്നവർ കൊന്നുകളഞ്ഞു. ഞങ്ങളാരും വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. സർവേശ്വരനായ സർവപ്രതാപിയായ അല്ലാഹു ഏകനാണെന്ന് വിശ്വസിച്ചു എന്നൊരൊറ്റ തെറ്റു മാത്രമേ ഞങ്ങൾ അവരോട് ചെയ്തിട്ടുള്ളൂ. ഞങ്ങളാരും അവരിൽ നിന്നൊരു നയാ പൈസ പോലും ചോദിച്ചില്ല. അവരുടെ വീടുകളെ ഞങ്ങൾ ആക്രമിച്ചില്ല. ഞങ്ങൾ ആരും അവരെ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ആദർശം ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടന്നപ്പോൾ സങ്കുചിതമായ മനോഭാവത്തോടെ ഞങ്ങളിലെ നിരപരാധികളെ ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞവരാണ് ഈ അംർ ഇബ്നുൽ ആസിന്റെ ആളുകൾ. അതുകൊണ്ട് രാജാവേ, ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എത്യോപ്യയിലേക്ക് പോയിക്കോളൂ. അവിടെ അശ്ഹമത്തുൽ നജാഷി എന്ന് പറയുന്ന ക്രിസ്തീയ രാജാവുണ്ട്. അയാൾ നല്ല മനുഷ്യനാണ്, അയാൾ നല്ല വേദഗ്രന്ഥങ്ങൾ പഠിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ അനീതിയുണ്ടാവില്ല. അങ്ങനെ വന്നവരാണ് ഞങ്ങൾ. രാജാവേ, നിങ്ങൾ ഞങ്ങളോട് അനീതി ചെയ്യില്ലെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നജാഷി ഇത് കേട്ട് അത്ഭുതപ്പെടുകയാണ്.
ചോദിച്ചു, നിങ്ങളുടെ പടച്ചവൻ നിങ്ങളുടെ പ്രവാചകന് കൈമാറി എന്ന് പറയുന്ന ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, അതിലെന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ, എനിക്കൊന്ന് കേൾക്കാൻ. ഓതിക്കൊടുക്കുകയാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. കാഫ് ഹാ യാ ഐൻ സ്വാദ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്ന ഭാഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ് ഹാ യാ ഐൻ സ്വാദ്. ذكر رحمة ربك عبده زكريا. വിശുദ്ധമായ സൂറത്ത് മറിയം ഓതി കൊടുക്കുകയാണ് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ذكر رحمة ربك عبده زكريا. സക്കരിയ പ്രവാചകൻ അല്ലാഹുവിനെ ഓർത്തത്, ആ ചരിത്രവും കരുണയും നബിയെ നിങ്ങളൊന്ന് ചൊല്ലിക്കൊടുക്കൂ. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. ഇവിടെ ഒരു അത്ഭുതം ഉണ്ട് കേട്ടോ ആയത്തില്. സക്കരിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന ആളെന്നാണ് ഹിബ്രു ഭാഷയിൽ. അള്ളാഹു ആ പേര് പറയുന്നത് നോക്കണം. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന പ്രവാചകൻ എന്ന് പറയുന്നിടത്ത് അള്ളാഹു റഹ്മത്തിന്റെ ഒരു ദിക്റിനെ പറഞ്ഞവിടെ. അള്ളാഹുവിന്റെ റഹ്മത്ത് പറയപ്പെടുന്ന സക്കരിയ നബിയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കൂ നബിയേ. ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യാ قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. അള്ളാഹുവിനോട് 90 വയസ്സ് കഴിഞ്ഞിട്ട് റബ്ബേ എനിക്കൊരു കുഞ്ഞ് വേണം എന്ന് ചോദിക്കാൻ മടിയില്ലാതെ പോയ സക്കരിയ നബി അലൈഹിസ്സലാം, എനിക്ക് കുഞ്ഞിനെ വേണം റബ്ബേ. വഷ്തഅല റഅസു ശൈബാ, തല നരബാധിച്ച് തിളങ്ങുകയാണ്. എന്നാലും പടച്ചവനെ, നിന്നോട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരിക്കലും എനിക്ക് നഷ്ടം വരികയില്ലല്ലോ. وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله رب رضيا. ആ മോനാണ് യഹ്യ അലൈഹിസ്സലാം. ആ മോനാണ് യഹ്യ അലൈഹിസ്സലാം. യഹ്യ അലൈഹിസ്സലാം. ഈ കഴിഞ്ഞ ബുധനാഴ്ച മിനിഞ്ഞാന്ന് ഞാൻ തുർക്കിയിൽ പോയിരുന്നു. അവിടെ യഹ്യ നബി അലൈഹിസ്സലാമിൻ്റെ കയ്യിൻ്റെ ഒരു എല്ലിൻ്റെ കഷ്ണം ഒരു സ്വർണത്തിൻ്റെ മനോഹരമായൊരു കവചത്തിൽ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മഹാനവറുകൾ കൊല ചെയ്യപ്പെട്ട നബിയാണ്, ഷഹീദായ നബിയാണ്. യഹ്യ നബിയുടെ തലയോട്ടിയുടെ ഒരു കഷ്ണവുമുണ്ട് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് തുർക്കി ടോപ്പ് കാപ്പി മ്യൂസിയത്തിൽ. സക്കരിയ നബി അലൈഹിസ്സലാമും ഷഹീദാണ്. മകൻ ഇപ്പറഞ്ഞ യഹ്യ നബിയും ഷഹീദാണ്. ഒരു അഭിസാരികയ്ക്ക് വേണ്ടി അന്നത്തെ രാജാവ് തലയിറുത്തുകൊന്നു മഹാനായ യഹ്യ നബി അലൈഹിസ്സലാമിനെ. ബത്ലഹേമിലല്ല, താഴെ ജെറിക്കോ, അരീഹ എന്ന അറബിയിൽ പറയുന്ന ജെറിക്കോയിൽ ദഅവത്ത് നടത്തിയിരുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ 30 കിലോമീറ്റർ താഴെ ചാവുകടലിന്റെ അടുത്ത് ദഅവത്ത് ചെയ്തിരുന്ന യഹ്യ നബി അലൈഹിസ്സലാം. ആ യഹ്യ നബിയുടെ ചരിത്രം ഇങ്ങനെ ഊതി കൊടുക്കുമ്പോ ഫബകാ വല്ലാഹി നജാശി കരഞ്ഞു എന്ന് ജഅഫർ റളിയല്ലാഹു അൻഹു. നജാശിക്ക് അറബി അറിയില്ല. ഖുർആനിന്റെ മഹത്വം അതാണ്. ഭാഷ അറിയില്ലെങ്കിലും നിങ്ങൾ ഖുർആൻ കേൾക്കണം, ഖുർആൻ ഓതാൻ ശ്രമിക്കണം. അറബി ഭാഷ ഓതാൻ അറിയില്ലെങ്കിൽ, ഖുർആൻ അറബിയിൽ ഓതാൻ അറിയില്ലെങ്കിൽ അത് പ്ലേ ചെയ്ത് കേൾക്കണം. ഖുർആൻ കേൾക്കുന്നത് ഇബാദത്താണ്. ഫബകാ വല്ലാഹി നജാശി. യഹ്യ നബിയുടെ ഈ ചരിത്രം പറയുമ്പോൾ നജാശി രാജാവ് കരഞ്ഞു. കരഞ്ഞെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ താടി മുഴുവൻ കണ്ണുനീര് കൊണ്ട് നനഞ്ഞുപോയി.
വബകത് അസാഖിഫതുഹു. ആ സദസ്സിലുണ്ടായിരുന്ന ക്രിസ്തീയ പുരോഹിതന്മാർ മുഴുവൻ ആളുകളും കരഞ്ഞു, തേങ്ങി തേങ്ങി കരഞ്ഞു. അവർക്ക് അറബി അറിയൂല, അവർക്ക് അറബി ഭാഷ അറിയില്ല. എന്നാൽ സൂറത്തു മറിയം കേട്ടപ്പോൾ, ജഅഫർ റളിയല്ലാഹു അൻഹു ഓതി കൊടുത്തപ്പോ അവർ തേങ്ങി തേങ്ങി കരഞ്ഞു. ഹത്താ അഖ്ളലു മസാഹിഫഹും ഹീന സമിഉ മാ തലാ അലൈഹിം. അവരുടെ കൈകളിൽ ബൈബിളിന്റെ കോപ്പി ഉണ്ടായിരുന്നു. ആ ബൈബിളിന്റെ കോപ്പി പിടിച്ചു നിൽക്കുന്ന അവിടുത്തെ ക്രിസ്തീയ പാട്രിയാർക്കുമാർ സൂറത്തു മറിയമിലെ ആയത്തുകൾ കേട്ടപ്പോ ആ പേജുകൾ നനഞ്ഞു കുതിർന്നു പോയിട്ടുണ്ട്, അവരുടെ കണ്ണുനീര് കാരണം. അതാണ് ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാനിത് ഓതുന്നത് സന്തോഷവും ആനന്ദവും കിട്ടാൻ, മ്യൂസിക്കും ഹറാമായ പാട്ടുകളും കേൾക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടി, ആനന്ദവും സന്തോഷവും കിട്ടാൻ, കാണാൻ പാടില്ലാത്തതോ നോക്കാൻ പാടില്ലാത്തതോ നോക്കി ആസ്വാദനം കാണുന്നവരുടെ മുമ്പിലേക്ക്, ആസ്വാദനത്തിന് വേണ്ടി ഹറാമുകളെ സമീപിക്കുന്നവരുടെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ ഉള്ളപ്പോൾ എന്തിനാണ് സത്യവിശ്വാസികൾക്ക് മറ്റൊരു വഴി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. വിശുദ്ധമായ ഖുർആനിൽ നിന്ന് നാം ഇറക്കിത്തരുന്നത് നിങ്ങൾക്ക് ശിഫയാണ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഖുർആൻ ശിഫയാണ്. We send down to you cure and mercy. അല്ലാഹു ഇറക്കിത്തരുന്നത് രോഗത്തിന് ശമനമാണ്. ഹീലിംഗ് ആൻഡ് mercy of Allah. ഇത് അല്ലാഹുവിന്റെ കരുണയാണ്, അല്ലാഹുവിന്റെ റഹ്മത്താണ്. അല്ലാഹുവിന്റെ റഹ്മത്തില്ലാതെ എങ്ങനെ മനുഷ്യൻ സന്തോഷിക്കാനാണ്? അല്ലാഹുവിന്റെ റഹ്മത്തില്ലാതെ എങ്ങനെ ആശ്വാസം വരാനാണ്? ഹൃദയം എന്ന് പറയുന്നത് അല്ലാഹു നിയന്ത്രിക്കുന്ന ഒരു അത്ഭുതമായ, നമ്മുടെ ശരീരത്തിൽ അല്ലാഹു നേരിട്ട് റബ്ബിന്റെ 2 വിരലുകൾക്കിടയിൽ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞ അവയവം ഹൃദയമാണ് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. അൽ ഖുലൂബു ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ യഖ്ലിബുഹാ കൈഫ യശാ. Hearts are in between 2 fingers of the divine mercy. അല്ലാഹുവിന്റെ കരുണയുടെ 2 വിരലുകൾക്കിടയിലാണ് ഹൃദയങ്ങൾ. യഖ്ലിബുഹാ കൈഫ യശാ. Allah flips it the way he wants. നമുക്ക് സന്തോഷം വേണമെങ്കിൽ ആ റഹ്മത്തിന്റെ വിരലുകളിലാണ് അത് കിടക്കുന്നത്. ദുഃഖവും സന്തോഷവും ആനന്ദവും എല്ലാം ലഭിക്കുന്നത് ആ കരുണയുടെ വിരലുകൾക്കിടയിൽ മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹു റഹ്മത്താണ് ഇറക്കി തന്നത് എന്ന് പറയുമ്പോൾ നിസ്കാരത്തിൽ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമ്മുൽ കിതാബ്, ഈ ഖുർആൻ എന്ന കിതാബിന്റെ മദറാണ്, ഉമ്മയാണ് സൂറത്തുൽ ഫാത്തിഹ. ഒരാൾക്ക് തന്റെ ഉമ്മയുടെ പ്രാധാന്യം എത്രയാണ്? അങ്ങനെയെങ്കിൽ ഖുർആനിന്റെ ഉമ്മയാണ് സൂറത്തുൽ ഫാത്തിഹ. ആ ഫാത്തിഹ ഓതുമ്പോ എന്തൊരു സന്തോഷം വേണം നമുക്ക്, എന്തൊരു മനസ്സാന്നിധ്യം വേണം, എന്തൊരു ഖുശൂഅ് വേണം. ഞാൻ എൻ്റെ റബ്ബിന്റെ വചനങ്ങളിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമാണ് ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ
ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. എന്തൊരു മനോഹരമാണ് സൂറത്തുൽ ഫാത്തിഹ.